ചന്ദ്രാമ്മ എന്തിനാ ഇവരുടെ ആട്ടും തുപ്പം കേട്ട് കിടക്കുന്ന? എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊക്കൂടെ? എനിക്കെന്നും എന്റെ ചന്ദ്രാമ്മയെ കാണാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. അത് ഞാനങ്ങ് സഹിച്ചോളാം. പക്ഷെ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല ചന്ദ്രാമ്മ. പ്രായപൂർത്തിയായ ആമ്പിള്ളേരുള്ള വീട്ടിൽ സർവന്റ് പെമ്പിള്ളാരെ ഒന്നും ഇത്ര ഒരുങ്ങാൻ സമ്മതിക്കരുത്. നോക്കി നിൽക്കാതെ ആ ജ്യൂസ് എല്ലാവർക്കും കൊടുക്ക്. മാഡം, എനിക്ക് വേണ്ട. അല്ല, ഇവരിവിടുത്തെ വേലക്കാർ തന്നെയാണോ? അതോ മറ്റെന്തെങ്കിലും സ്ഥാനം ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ? ഇവിടെ ജ്യൂസ് കൊടുക്ക്. മോളെ, ദക്ഷമോളുടെ ഡ്രസ് നീ നാശമാക്കിയല്ലടി. മിണ്ടരുതും. രമേശ് ഒരു പാവാണെന്ന് വിചാരിച്ച് നീ അങ്ങ് തലേ കയറുന്നോ? ഈ ഇരിക്കുന്നത് ആരാണെന്നറിയോ? കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയാ. അദ്ദേഹത്തിന്റെ മകളുടെ ഡ്രസ്സിലാ നീ. വേണ്ട, മതി. ഒരബദ്ധം പറ്റിപ്പോയതല്ലേ. ഇത് അബദ്ധമൊന്നും അല്ല സർ, ബോധപൂർവം കാണിച്ചു കൂട്ടുന്നതാ. ഇവിടെ എന്ത് നല്ല കാര്യം നടന്നാലും ഇവളിങ്ങനെയാ. ഈ വീട്ടിൽ വന്ന ഗസ്റ്റുകൾ പോകുന്നത് വരെ നിന്നെ ഇവിടെ കൊണ്ടുപോകരുത്. പോടി. സോറി മോളെ. അതെങ്ങനെയാ? ഇവിടെ വേലക്കാരികളെ തലേ ചുമന്നുകൊണ്ടല്ലേ നടക്കുന്നത്. അപ്പോ ഇതും ഇതിനപ്പുറവും സംഭവിക്കും. ദേ, വേറെടുത്തിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ? ഈ ഡ്രസ്സ് കാണുമ്പോ അറിയാലോ ഇത് വാങ്ങിക്കാനുള്ള നിവർത്തിയൊന്നും ഇവക്കില്ലാന്ന്. ആരടി നിനക്ക് ഈ ഡ്രസ്സ് വാങ്ങിച്ചു തന്നത്? മതി, നിർത്ത്. സോറി സാർ, ക്ഷമ ചോദിക്കല്ലാതെ മറ്റൊരു വഴിയില്ല. സാരമില്ല മിസ്റ്റർ ജയരാമൻ, എനിക്കെല്ലാം മനസ്സിലാവും. ദക്ഷേ, ചന്ദ്രാമ മനഃപൂർവ്വം ചെയ്തതല്ല. എങ്ങനെയോ കൈ തട്ടിയപ്പോ വീണുപോയതാ. ചന്ദ്രാമയോ? നോൺസെൻസ്. അവരിവിടുത്തെ സെർവന്റ് അല്ലേ? സർവന്റ് എന്ന് വെച്ചാ അവരും മനുഷ്യരല്ലേ. ചന്ദ്രാമ എനിക്ക് അമ്മയെ പോലെയാ. അമ്മ. അവരവരുടെ സ്റ്റാറ്റസും ഡിഗ്നിറ്റിയും നോക്കി വേണം പെരുമാറാൻ. ഇത് എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സാന്നറിയോ? അതിലുപരി എനിക്ക് ഇഷ്ടപ്പെട്ട കളറുമായിരുന്നു. ദക്ഷ, സോറി. ഒരാൾക്ക് അറിയാതെ സംഭവിച്ചു പോയതല്ലേ. ചന്ദ്രാമയ്ക്ക് വേണ്ടി ഞാൻ സോറി ചോദിക്കുന്നു. മോളെ, ഡ്രസ് ക്ലീൻ ചെയ്തില്ലേ? മഹി,
ദക്ഷയ്ക്ക് ഡ്രസ്സ് ക്ലീൻ ചെയ്യണം. അതിന് നീ കൂടി പോണം. അതിന് ഞാൻ എന്തിനാ പോകുന്നത്? പോണം. പറഞ്ഞത് അനുസരിച്ചാൽ മാത്രം മതി. ദേ, അതിഥികളുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. ആ ആ ദക്ഷ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ എവിടേക്കാ നോക്കി. വാ ദക്ഷേ, ഡ്രസ്സിൽ ജ്യൂസ് വീണത് വാഷ് ചെയ്യണ്ടേ? വാ, ദേ എന്റെ റൂം അവിടെ ഉണ്ട്. എന്റെ റൂമിലേക്ക് വാ. ആ പോയിട്ട് വാ ദക്ഷേ. വാ ദക്ഷേ. ചന്ദ്രാമ്മ, ചന്ദ്രാമ്മ എന്തിനാ ഇവരുടെ ആട്ടും തുപ്പും കേട്ട് കിടക്കുന്ന? എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊക്കൂടെ? എനിക്ക് എന്നും എന്റെ ചന്ദ്രാമ്മയെ കാണാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. അത് ഞാനങ്ങ് സഹിച്ചോളാം. പക്ഷെ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല ചന്ദ്രാമ്മ. ആ സ്ത്രീ ആളുകളുടെ മുന്നിൽ വെച്ച് ചന്ദ്രാമ്മയെ മനഃപൂർവ്വം അടിച്ചതാ. തിരിച്ചു തല്ലില്ലെന്ന് ഉറപ്പുണ്ടല്ലോ. ചിലതൊക്കെ അനുഭവിക്കണമെന്ന് വിധിയുണ്ടാവും. അതനുഭവിച്ചേ പറ്റൂ. മോള് സങ്കടപ്പെടണ്ട, അത് വിട്ടേക്ക്. പ്രസവിച്ച മാത്രമേ അമ്മയാവൂന്ന് ആരാ പറഞ്ഞ? എനിക്ക് ചന്ദ്രമ്മ എന്റെ അമ്മയാ. എന്റെ അമ്മയ്ക്ക് വേദനിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല. വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കാനും പറ്റില്ല. അത്രയ്ക്കിഷ്ടം എനിക്കെന്റെ ചന്ദ്രമ്മ. മോള് വിഷമിക്കണ്ട, എനിക്കിപ്പോ ഇതൊക്കെ ശീലമായി. മോള് പറഞ്ഞില്ലേ ഞാൻ നിന്നെ പ്രസവിച്ചില്ലെങ്കിലും ഞാൻ നിന്റെ അമ്മയാണെന്ന്. മക്കളാവാൻ സ്വന്തം വയറ്റിൽ പിറക്കണമെന്നൊന്നും ഇല്ല മോളെ. സ്വന്തം വയറ്റിൽ പിറന്നാലും മക്കളാകാതെ പോയ എത്രയോ പേരുണ്ട്. എന്താ ചന്ദ്രമ്മ ഇങ്ങനെ? കണ്ണു തുടച്ച്. ഈ കണ്ണുനീര് കണ്ട ഒരാൾക്കത് സഹിക്കാൻ പറ്റില്ല. ചന്ദ്രമ്മ പ്രസവിച്ചില്ലേലും ഈ മനസ്സൊന്നും നൊന്താ ആള് തളരും. അതുകൊണ്ട് കണ്ണീര് തുടയ്ക്ക. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും നിങ്ങൾ യഥാർത്ഥ അമ്മയും മോനും ആണോന്ന്. ചിലപ്പോ കഴിഞ്ഞ ജന്മത്തില് നിങ്ങൾ അമ്മയും മോനും ആയിരുന്നിരിക്കും. അതാ ഇത്ര അറ്റാച്ച്മെന്റ്.